ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അങ്ങനെ ഞാൻ ഈവനിങ് സമയത്താണ് ഇപ്പോൾ ഞാൻ ഏവിയറിക്കകത്തോട്ട് വന്നിരിക്കുന്നത്. നമ്മുടെ ബേഡ്സൊക്കെ എന്ത് ചെയ്യുന്നു എന്നൊക്കെ ജസ്റ്റ് നോക്കണ്ടേ. മോർണിംഗും വന്നായിരുന്നു, പിന്നെ ഈവനിങ് ഇറങ്ങി കുറച്ച് അപ്ഡേറ്റുകൾ പറയാനുണ്ട്. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാമെന്ന് ഞാൻ വിചാരിച്ചത്. നമ്മുടെ സ്റ്റാൻഡൊക്കെ സെറ്റിങ് ഏകദേശം കംപ്ലീറ്റായി. ഇപ്പം ഏകദേശം 10 സ്റ്റാൻഡും ഞാനിവിടെ അറേഞ്ച് ചെയ്ത് കഴിഞ്ഞു. നേരത്തെ അവിടെ ആദ്യത്തെ ഒരു സെറ്റ് 6 ഇട്ടിരുന്നു, ബാക്കി 4 രണ്ടാമത് ഇട്ടു. അവരെ സെറ്റ് ചെയ്തു. ഇനി ഒരു സെറ്റ് ഗ്രോ ബാഗും കൂടെ വരാറുണ്ട്. അതും കൂടെ വരുമ്പോഴത്തേക്ക് ഈ ബാക്കി ഗ്യാപ്പും കൂടെ ഫില്ലാവും. പിന്നെ ബാക്കി ഗ്യാപ്പെല്ലാം ഫില്ലാവും, പക്ഷെ അതിന് നിറയ്ക്കുള്ള മണ്ണൊക്കെ എല്ലാം കാലിയാണ്. എല്ലാം കാര്യമായിട്ട് ഇനി മണ്ണും കരിയിലും തൊണ്ടും എല്ലാം ഇനി ഒന്നേന്ന് കളക്ട് ചെയ്താൽ ഉള്ളൂ. ഇതിൽ കാര്യമായിട്ട് ഒന്നും ഞാൻ നട്ടില്ല. ഞാൻ കുറച്ച് ഐറ്റംസ് നമ്മൾ ആദ്യം പാകിയ ബീൻസ്, അത് ഏകദേശം ആദ്യത്തെ സെറ്റ് ഇലകളൊക്കെ വന്ന് നല്ല ഹെൽത്തി ആയിട്ട് വരുന്നുണ്ട്. ഇനി അവർക്ക് എന്തെങ്കിലും വളങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. ഞാൻ ഇതുവരെ അതിനെപ്പറ്റി ചിന്തിച്ചില്ല. ഇനി കുറച്ച് വളങ്ങളൊക്കെ വാങ്ങിക്കണം, എന്നിട്ട് കുറേശ്ശെ എന്തെങ്കിലുമൊക്കെ വളങ്ങളും കൂടെ കൊടുക്കണം. ഇതൊന്നും നട്ടതല്ല, എന്തോ കിളിച്ചിരിക്കുന്നതാണ് തോന്നുന്നു. വെള്ളരിയുടെ ഇല പോലെയൊക്കെ തോന്നും അങ്ങനെ. പിന്നെ നമ്മൾ പച്ചമുളകിൻ്റെ തൈ താഴെ നിന്ന് ഞങ്ങൾ ഉണക്കാൻ വേണ്ടി വാങ്ങിച്ച മുളകിൻ്റെ തൈയിട്ടാണ് വിത്തിട്ടാണ് പിടിപ്പിച്ചത്. ആക്ച്വലി ഇത് കാശ്മീരി മുളകായിരിക്കണം. അതിൻ്റെ തൈ നിറയെ കിളിച്ചിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അത് നടാം എന്ന് വിചാരിച്ച് ആദ്യം അതാണ് നട്ടത്. ഒരെണ്ണത്തിൽ 3 വീതമൊക്കെ നട്ടിട്ടുണ്ട്. അത്യാവശ്യം വലിയ ഗ്രോ ബാഗ് ആയതുകൊണ്ട് കുഴപ്പമില്ലെന്ന് വിചാരിക്കുന്നു. പിന്നെ വേണമെങ്കിൽ നല്ലതായിട്ട് വരുന്ന 2 നിർത്തിയിട്ട് ബാക്കി കളയാമെന്ന് വിചാരിക്കുന്നു. ഏകദേശം 3, 4, 5 ഗ്രോ ബാഗിൻ്റെ അകത്ത് പച്ചമുളക് നട്ടു. പിന്നെ ഇവിടെ കിളിച്ച് കിടന്ന ഒരു ഉരുളക്കിഴങ്ങ് കുറച്ച് പീസ് അത് ഞാനെടുത്തു ഇതിൻ്റെ അകത്ത് നട്ട് വെച്ചിട്ടുണ്ട്. അത് എങ്ങനെയാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ അങ്ങനെ കാര്യമായിട്ട് ചെയ്തിട്ടില്ല ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഞാൻ കിളിച്ചേക്കിനെ കണ്ടപ്പോൾ ഞാൻ ഏതോ 2 ഗ്രോ ബാഗിനകത്ത് വെച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. ഇവിടെയും അവിടെയും ഇവിടെയും വേറെ ഏത് ഗ്രോ ബാഗാണെന്ന് എനിക്ക് ഓർമ്മയില്ല. ഏതിലും ഒന്നിലും കൂടെ വെച്ച് അതിലാണ് ഇനി പച്ചമുളക് ഞാൻ നട്ടതെന്ന് അറിഞ്ഞൂടെ. എനിക്ക് കിളിച്ച് വരുമ്പോഴേ അറിയാവും. ഞാൻ 2 നട്ടു എന്നാണ് എൻ്റെ ഓർമ്മ. ഓക്കെ, അതങ്ങനെ. പിന്നെന്താ, ബാക്കിയെല്ലാം അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നിന്ന് നമ്മുടെ ശംഖുപുഷ്പത്തിൻ്റെ തൈകൾ ഞാനൊരു 3 എടുത്ത് നട്ടു. ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ഗ്രോ ബാഗിൻ്റെ അകത്താണ് നട്ടിരിക്കുന്നത്. 15x50 ഗ്രോ ബാഗിൻ്റെ അകത്ത് പറ്റുന്നത്ര മണ്ണും കാര്യങ്ങളൊക്കെ നിറച്ചിട്ട് ഇനി എനിക്ക് തോന്നുന്നു 1 ബക്കറ്റോളം മണ്ണ് അതിനകത്ത് കയറും. ഞാനതിൽ 3 വെച്ചിട്ടുണ്ട്. പിന്നെ ആവശ്യം വരുമ്പോൾ നമുക്ക് കുറച്ച് കിട്ടുന്നതനുസരിച്ച് മണ്ണ് അതിലിടാം എന്നുള്ള രീതിയിൽ അതിൽ 3 നട്ടിട്ടുണ്ട്. കാരണം ഇനി അതിനകത്ത് നിർത്തിയാൽ ശരിയല്ല. ഇനിയും കുറേ തൈകളുണ്ട്. ബാക്കി എവിടെയെങ്കിലുമൊക്കെ സൈഡിൽ എവിടെയെങ്കിലുമൊക്കെ വെക്കണം. അത് ഇന്നലെ രാത്രി നട്ടതാണ്. അവർ കുഴപ്പമില്ലാതെ നിൽക്കുന്നുണ്ട്. ഇവിടെയെങ്കിൽ മഴയാണ്. ആക്ച്വലി പെരുമഴയല്ല, എന്നാൽ രാവിലെ തൊട്ടേ ഇങ്ങനെ ചാറി നിൽപ്പുണ്ട്. ഇന്നത്തെ ദിവസം വലിയ വെയിലും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലാതെ പോകുന്നു. പിന്നെ നമ്മുടെ മുന്തിരി തൈകൾ ഞാൻ പട്ടുപോയെന്ന് വിചാരിച്ചത്, പക്ഷേ കിളിർത്തൊക്കെ തുടങ്ങിയിട്ടുണ്ട്. വേറെ എവിടെയൊക്കെയോ ചെറിയ നാമ്പുകളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അത് ഓക്കെ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഈ ചെടികളാണ്. ഇത് ആക്ച്വലി എന്ത് ചെടിയാണെന്ന് എനിക്കറിയില്ല. നമ്മൾ മറ്റേ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ച വിത്തുകൾ ഇട്ട് പൊടിച്ച് ഇത് ക്ലൈംബ് ചെയ്ത് പോകുന്ന ടൈപ്പ് ആയതുകൊണ്ടാണ് ഞാൻ ഇതിൽ തന്നെ നട്ടു നോക്കിയത്. എങ്ങോട്ട് എന്ത് ഫ്ലവറാണെന്നൊന്നും അറിയാം. എന്തായാലും ഫ്ലവർ പ്ലാന്റ് ആണ്. നോക്കാം അത് എങ്ങനെയാവും. ഏതെങ്കിലും ഒരെണ്ണമെങ്കിലും രക്ഷപ്പെടുമെന്ന് തോന്നുന്നു. ഒരു 5 തൈകളുണ്ട്. അവരൊക്കെ വരുന്നതായിരിക്കും. ഇന്നലെ നട്ടതേ ഉള്ളൂ. 2 ദിവസം കഴിയുമ്പോൾ അവർ സെറ്റായിക്കോളും. പിന്നെ നമ്മൾ വിത്തിട്ട കുറച്ച് വെജിറ്റബിൾസൊക്കെ കിളിച്ച് വരുന്നുണ്ട്. ഇത് വെണ്ടയ്ക്കയാണ്. വെണ്ടയ്ക്കയും കിളിച്ചു. തക്കാളിയും പാവലും ഒക്കെ കിളിച്ച് വരുന്നുണ്ട്. അവരൊക്കെ വരുന്നുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് വെജിറ്റബിൾ തൈകൾ നമ്മളിന്ന് കൃഷിഭവനിൽ നിന്ന് കിട്ടി. ഫ്രീ ആയിട്ട് നമുക്ക് നമ്മുടെ ആധാർ കാർഡും ആധാറിൻ്റെ കോപ്പിയും നമ്മൾ കരം തീർത്തതിൻ്റെ കോപ്പിയും കൊടുക്കുമ്പം നമുക്ക് ഫ്രീ ആയിട്ട് പച്ചക്കറി തൈകൾ കിട്ടും. അങ്ങനെ കുറച്ച് തൈകൾ നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് കിട്ടിയെന്ന് നോക്കാം. നമുക്ക് കുറച്ച് തക്കാളിയുടെ തൈയും പച്ചമുളക്,
പിന്നെ നമ്മുടെ കത്തിരിയുടെ തൈകളാണ് ഇതെല്ലാം. ഇത് കുറച്ച് വെണ്ട, ഇത് രണ്ടും എനിക്ക് തോന്നുന്നു പടവലമാണെന്ന് തോന്നുന്നു. പടവലമാണെന്നാണ് എൻ്റെ വിശ്വാസം. 2 തൈ ഇത്രയാണ് കിട്ടിയത്. ഇതിൽ കൂടുതൽ കിട്ടി, പക്ഷേ എനിക്ക് ആവശ്യം അത്രയ്ക്ക് നടാനുള്ള സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേറൊരാൾക്ക് കൊടുത്തു. ഇത്രയും തൈ തന്നെ നമുക്ക് ധാരാളം. നമുക്ക് കുറച്ച് ഗ്രോ ബാഗും കാര്യങ്ങളല്ലേ ഉള്ളൂ. പിന്നെ അല്ലാതെ നമ്മൾ വിത്തിട്ട് കുറച്ച് തൈകൾ ഉണ്ടാക്കുന്നുണ്ട്. ഇനി അതും നടാൻ സ്ഥലം വേണം. അപ്പോൾ നമ്മൾ ഇപ്പോൾ എനിക്ക് ഓണമായിട്ട് ബന്ധപ്പെട്ടായിരിക്കണം ഇപ്പോൾ എല്ലായിടത്തും പച്ചക്കറി തൈകൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അന്വേഷിച്ചാൽ കിട്ടും. ഫ്രീ ആയിട്ട് നമുക്ക് നല്ല നല്ല തൈകൾ കിട്ടും. ഇനി ഈ തൈകളെല്ലാം നമുക്ക് നടണം. ഇതിനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് കയറിയത്. അപ്പം പതുക്കെ നമുക്ക് അറേഞ്ച് ചെയ്യണം. അപ്പോൾ ഞാൻ ചെടികളൊക്കെ നടട്ടെ. വീണ്ടും വിശേഷങ്ങളുമായിട്ട് വീണ്ടും വരാം. കൂടുതൽ അപ്ഡേറ്റുമായിട്ട് നമ്മുടെ ഏരിയയിലെ മാറ്റങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പം ബൈ.